എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരം തട്ടിപ്പുകൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തട്ടിപ്പാണ്. അങ്ങനെ ഒരു തട്ടിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനായിട്ട് ഈ സ്ത്രീക്ക്, അതും ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയട്ടെ. അവർക്കുണ്ടായ ധൈര്യത്തെ നമിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റുകൾ ഇടുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ചെറുപ്പറ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. നിങ്ങളുടെ കമൻറ്റുകൾ വരുമ്പോഴായിരിക്കും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഉണർവൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് പറയാം. ഈ വീഡിയോയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു തട്ടിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തുറന്നു കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ജ്യോതിഷത്തെക്കുറിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജ്യോതിഷം പൊതുവെ കൈകാര്യം ചെയ്യുന്നത്, പൊതുവേ എന്നല്ല, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജ്യോത്സ്യന്മാരെന്ന് പറയുമ്പോൾ അവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്? തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ണടച്ച് ഏതൊരു കുട്ടിക്കും പറയാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ് അല്ലേ? അല്ലാതെ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെടുന്ന ആളായാലും അതുപോലെ ക്രൈസ്തവ മതത്തിൽപ്പെടുന്ന ആളുകളായാലും അവരാരും തന്നെ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല. പ്രത്യേകിച്ചും കബഡി നിരത്തി വച്ചിട്ട് ജ്യോതിഷം പ്രവചിക്കുന്ന ആളുകളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി അതിന് അപ്പുറത്തോട്ടായിട്ട് മറ്റ് മതസ്ഥരൊക്കെ ഈ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ, ഇങ്ങനെ ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ അത് ശുദ്ധ തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ജ്യോത്സ്യം സാധാരണഗതിയിൽ പണ്ടൊക്കെ ജ്യോത്സ്യം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണിയാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കണിയാന്മാർ ജ്യോതിഷികൾ, അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അവർ മാത്രമല്ല, ബ്രാഹ്മണരും അതുപോലെ തന്നെ നായർ സമുദായത്തിൽപ്പെടുന്നവർ, വിശ്വകർമ്മജർ, പിന്നെ അതുപോലെ മറ്റ് ഹൈന്ദവരിൽ തന്നെയുള്ള മറ്റ് പല ആളുകളും ഇപ്പോൾ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം അവരത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ വിഭാഗത്തിലും ഉണ്ട് അങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. പ്രധാനമായിട്ടും ബ്രാഹ്മണർ ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മറ്റ് ജാതിക്കാരും ഉണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൈന്ദവർ തന്നെയാണ്, ഹിന്ദു മതവിശ്വാസികളാണ് ഈ ജ്യോത്സ്യം, പ്രത്യേകിച്ച് കപടി നിരത്തിയുള്ള ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ കബഡി നിരത്തിന്ന് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പോൾ കബഡി നിരത്താതെ തന്നെ ഫോണിൽ ഒരു ആപ്പൊക്കെ ഉണ്ട്, പ്രത്യേക തരത്തിലുള്ള പല ആപ്പുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്പ് വഴി ജ്യോത്സ്യം പ്രവചിക്കുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കബഡി നിരത്തിന്ന് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഏലസ് പോലുള്ള സാധനങ്ങളൊക്കെ പൂജിച്ചു കൊടുക്കുന്നത് നല്ല വൃത്തിക്ക് മന്ത്രങ്ങളൊക്കെ പഠിച്ച പൂജാരിമാരാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏലസുകൾ ഇതൊക്കെ, അല്ലാതെ അത് മറ്റാരും ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ജ്യോതിഷ സംബന്ധമായിട്ട് മനസ്സിൽ ആദ്യം സ്മരിക്കുന്ന, അത് ഏതൊരു കാര്യത്തിലും ആദ്യം സ്മരിക്കുന്നത് മഹാഗണപതി ഭഗവാനെയാണ്. പിന്നീട് ഈ ജ്യോത്സ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സുബ്രഹ്മണ്യ ഭഗവാനെ, അതായത് മുരുക ഭഗവാനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ബാക്കി എല്ലാ ദൈവങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ടെങ്കിലും മുരുകനാണ് പ്രധാനമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ദേവൻ. അപ്പോൾ അത് ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളിന്, അത് ഒരു മുസ്ലിം ആയാലും ഒരു ക്രിസ്ത്യാനി ആയാലും അവർക്ക് എങ്ങനെ മുരുകനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? അവർക്ക് എങ്ങനെ ഏലസുകളൊക്കെ ജപിച്ച് കൊടുക്കാൻ പറ്റും? എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു തട്ടിപ്പ് വലിച്ചു നീട്ടാതെ തന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിന് ശേഷം ആ തട്ടിപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം.
ഒരു നിമിഷം കേട്ടോ, ഡൗൺലോഡ് ചെയ്ത് ഞാനിത് വച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് പരസ്യം കയറിയതാണേ. ഒരു നിമിഷം. അപ്പോൾ നമുക്ക് ആ ഒരു ജ്യോതിഷത്തിൻ്റെ വീഡിയോ കാണാം. ഒരു താത്തയാണ് ജ്യോത്സ്യം നോക്കുന്നത്, കബഡി നിരത്തിയാണ് നോക്കുന്നത്. കണ്ടില്ലേ, കബഡിയാണേ. ചെമ്പരത്തിപ്പൂവൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാണോ ആവോ, എന്തൊക്കെയോ മനസ്സിൽ കാട്ടിക്കൂട്ടുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ശുദ്ധ തട്ടിപ്പ്. ഓ, മൂന്ന് വർഷമായിട്ട് ഓ മതി. ഓ, അപ്പോൾ ഈ താത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ താത്ത കുറേ ദിവസമായിട്ട് ഇങ്ങനെ, കുറേ ദിവസമല്ല, കുറേ നാളായി ഇത് തുടങ്ങിയിട്ടെന്നാണ് പറയുന്നത്, ഈ തട്ടിപ്പ്. അപ്പോൾ ഈ താത്ത വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. നിങ്ങളുടെ മകന് 3 വർഷമായിട്ട് ഒരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമത്തിലാണ്, അതൊക്കെ സെറ്റപ്പാക്കി കൊടുക്കാമെന്നാണ് ഈ താത്ത പറയുന്നത്. പിന്നെ അടുത്ത വീട്ടിലെ ആയിഷയോ ഏതോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പുള്ളിക്കാരത്തി പറയുന്നു. എന്നിട്ട് ഏതൊക്കെയോ സ്ത്രീകളുടെ പേരുകൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് പല കാര്യത്തിന്, ഇന്നാര് കുറച്ച് പേരുകൾ ഇവർ പറയുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏലസൊക്കെ പൂജിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. ഏതടിസ്ഥാനത്തിലാണ് അമ്മച്ചിയല്ല ഉമ്മച്ചി എന്ന് വിളിക്കണം. ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏലസ് പൂജിച്ച് കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്ത് കോപ്പറിയാം ഏലസ് പൂജിക്കാനായിട്ട്? എന്താണ് ആ ഒരു ഏലസിനകത്ത് ചെയ്യുന്ന പൂജകളെന്ന് നിങ്ങൾക്ക് വല്ല തേങ്ങയെ അറിയാമോ? വല്ല തേങ്ങയും മാങ്ങയും ചക്കയെ അറിയാമായിരുന്നിട്ടാണോ ഇത്തരത്തിലൊരു തട്ടിപ്പും കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാട് സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ. അവരെന്നോട് ക്ഷമിക്കട്ടെ, ക്ഷമ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്. കാരണം ഞാൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ കുറേ പേർക്കെങ്കിലും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട അതെന്ന് വെച്ചാൽ ചില ആളുകൾക്ക്, എല്ലാവരുടെയും കാര്യമല്ല, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്കൊക്കെ അവരുടെ ആ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മറ്റുള്ളവർ വിമർശിക്കുകയാണെങ്കിൽ നന്നായിട്ട് വേദനിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളിൽ പെടുന്ന എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചിലരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും അത്തരക്കാരല്ല. എനിക്ക് കട്ട സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ പൊന്നു കൂടപ്പറപ്പുകളാണ് നിങ്ങളൊക്കെ, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ചില ആളുകളുണ്ട് അത്തരത്തിൽപ്പെടുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ ഇങ്ങനെ വിമർശിക്കുന്നത് മൂലം എന്നിൽ നിന്ന് എന്നെ ശത്രുവായിട്ട് കാണുന്നോ അല്ലെങ്കിൽ എന്നെ വെറുക്കുന്നോ കരുതിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ പോകുന്ന ഒരാളല്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. അത് ആരെ പറ്റിയിട്ടാണേലും ഞാൻ പറയുക തന്നെ ചെയ്യും. പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഇവർ പറയുന്നുണ്ട് ഇവർ ഏലസ് പൂജിച്ചു കൊടുക്കുമെന്ന്. എന്താണ് നിങ്ങൾ ഏലസ് പൂജിച്ചു കൊടുക്കുന്നത്? ഓരോ ഏലസിനുള്ളിൽ എഴുതി അടയ്ക്കുന്ന മന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ഹൈന്ദവരായിട്ട് പോലും ഞങ്ങൾക്കറിയില്ല ഇതുവരെയും ഏലസിനുള്ളിൽ അവർ പൂജിക്കുന്ന മന്ത്രങ്ങൾ എന്താണെന്ന്. കൂടുതലും മന്ത്രങ്ങൾ വരുന്നത് സംസ്കൃതത്തിലാണ്. നിങ്ങൾക്ക് എന്ത് തേങ്ങ തള്ളേ അറിയാവുന്നത്? ചോദിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് എന്തുമാത്രം യന്ത്രങ്ങളുണ്ടെന്നറിയാമോ? ഇവർക്ക് ശരിക്കും യന്ത്രങ്ങളുടെ പേരെങ്കിലും എന്താണെന്നറിയാമോ? ഏലസുകളുടെ. നമ്മൾ ഈ ഏലസുകൾക്കാണ് നമ്മൾ യന്ത്രങ്ങൾ എന്ന് പറയുന്നത്, യന്ത്രങ്ങൾ ധരിക്കണം എന്ന് പറയുന്നത്. ഇവർ ഏലസ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? എന്തോരം ഏലസുകളാണുള്ളത്. സുദർശന യന്ത്രം, പിന്നെ പതിവശ്യയന്ത്രം, ധനയന്ത്രം, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. ശ്രീയന്ത്രം, അങ്ങനെയൊക്കെയുണ്ട്. പുരുഷ സൂക്തം, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. അതിനകത്തൊക്കെ പൂജിക്കുന്ന മന്ത്രങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഒരു തകിടുണ്ട്, ആ ഏലസിനുള്ളിലൊരു തകിടുണ്ട്.
ആ ഒരു തകിടിനകത്ത് അവർ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വച്ചിട്ട് അത് 21 ദിവസം വിഗ്രഹത്തിന് മുന്നിൽ വെച്ചിട്ട് പൂജിച്ചിട്ടൊക്കെയാണ് നമുക്കത് തരുന്നത്. അത് ആ തരുന്ന സമയത്തും മന്ത്രങ്ങൾ, പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടാണ്, അനുയോജ്യമായ മന്ത്രങ്ങളൊക്കെ ജപിച്ച് പൂജിച്ച് ശക്തിപ്പെടുത്തിയാണ് നമുക്ക് അത് തരുന്നത്. ഇവർ എന്ത് തേങ്ങയാണ് പൂജിച്ച് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വിഗ്രഹങ്ങളെ വിഗ്രഹ ആരാധനയിൽ നിങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ. നിങ്ങൾ എവിടെ കൊണ്ടുവന്നാണ് നിങ്ങൾ ഈ ഏലസൊക്കെ പൂജിക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താ ഇതിൻ്റെ അടിസ്ഥാനം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ. ഈ കവടിയും തേങ്ങയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അതിൻ്റെ സ്ഥാനത്ത് ഈ കവടിയുടെയും തേങ്ങയുടെയൊക്കെ ഏലസിൻ്റെയൊക്കെ സ്ഥാനത്ത് അതൊക്കെ അങ്ങ് ദൂരെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എത്ര തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് തട്ടിപ്പ് നടത്താമായിരുന്നല്ലോ. അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു മതഗ്രന്ഥം വച്ചിട്ട് കുറച്ച് പച്ച പട്ട് അവിടെ വച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾ ശരിക്കും എന്തെങ്കിലും പറയുകയായിരുന്നു എങ്കിൽ ആരും നിങ്ങളെ ഈ തരത്തിൽ സംസാരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. ചിലപ്പോൾ വിശ്വാസികൾ വരും, വിശ്വാസമില്ലാത്തവർ വരില്ല. കുറേ ആളുകൾ പറയും അവരുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് കുറേ ആളുകൾ പറയും. അത് 1, 2, 3 വട്ടം വന്നിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയും. പിന്നെ അതേസമയം പൊട്ടക്കണ്ണം മാവിലെറിയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതലും വിശ്വസിച്ചിട്ട് ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പലയിടത്തും നടക്കുന്നത്. എല്ലായിടത്തെയും കാര്യമല്ല, ചിലയിടത്തെങ്കിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഒരു പലക എടുത്തു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറേ കബഡിയും മാരി വെച്ചിട്ട് നിങ്ങൾ ഏലസ് പൂജിക്കും, ചരട് ജപിക്കും. ചരട് നിങ്ങൾ എന്ത് തേങ്ങയാ തള്ളേ ജപിക്കുന്നത്? ചരട് ജപിക്കാനുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? അത് വല്ലതും അറിയാമോ? പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു വാഴയിലയിൽ കുറച്ച് ചെമ്പരത്തി പൂവും എടുത്ത് വച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടുന്നത് എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങളെന്താ ഹൈന്ദവരെ മുഴുവനും വിഡ്ഢിയാക്കാനാണോ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ഇതൊക്കെ കണ്ടാൽ ഞാൻ പ്രതികരിച്ചിരിക്കും. കാരണം ഞാനൊരു വിശ്വാസിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി ഇല്ലാണ്ട്, കുങ്കുമം ഇല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാറുണ്ടോ? നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഒരു മാസത്തിൽ 6 7 ദിവസം അല്ലെങ്കിൽ 8 9 ദിവസം നിങ്ങൾ എൻ്റെ നെറ്റിയിൽ കുറി ഇല്ലാണ്ട് കാണുമായിരിക്കും. അല്ലാതെയുള്ള എല്ലാ സമയത്തും നിങ്ങൾ എന്നെ ഈ ഒരു രീതിയിലല്ലേ നിങ്ങൾ കാണാറുള്ളത്? രാവിലെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് കുറിയിട്ട് റെഡിയാവുന്ന ഞാൻ വൈകിട്ട് വീണ്ടും കുളിച്ച് കുറിയിട്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ചിട്ടാണ് പിന്നീട് ഞാൻ എൻ്റെ ജോലി നോക്കുന്നത്. യൂട്യൂബിലെ കാര്യമാണ് പറയുന്നത്, യൂട്യൂബ് ജോലിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ കാണുമ്പോൾ, അതും ഞങ്ങളെ ഫൂളാക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അറപ്പ് തോന്നുകയാണ് നിങ്ങളുടെ അടുത്ത്. അറപ്പ്. നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? എന്തിനാ ഇങ്ങനെ തട്ടിപ്പുകളും കൊണ്ട് നടന്നിട്ട്, അതും ജ്യോതിഷി എന്നും പറഞ്ഞ് തട്ടിപ്പും കൊണ്ട് നടന്നിട്ട് നിങ്ങളെ വർഗത്തിൽപ്പെടുന്ന ആളുകളെ തന്നെ നിങ്ങൾ എന്തിനാ മാനം കെടുത്തുന്നത് ഇങ്ങനെ? നിങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ, നമ്മളെ ആളുകളെ കണക്കല്ല, നമ്മളെ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഞങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അതിനകത്ത് ബന്ധപ്പെട്ട ഭാരവാഹികളോട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അവർ കുറേ സ്വത്തും പണമൊന്നും തന്ന് നമ്മളെ സഹായിക്കില്ല. പക്ഷേ നിങ്ങളുടെ ആളുകൾ അങ്ങനെയല്ല. നിങ്ങൾ ഒരു പള്ളി കമ്മിറ്റിയെ ചെന്ന് സമീപിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ പ്രവാസികളിൽ നിന്നും അവരുടെ ആ ഒരു പള്ളി കമ്മിറ്റികളിൽ നിന്നൊക്കെ അവർ പൈസ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അന്നമാണോ ഇല്ലാത്തതെങ്കിൽ അത് നിങ്ങളെ പെരയ്ക്കകത്ത് ആവശ്യത്തിലധികം അവർ കൊണ്ടെത്തിക്കും. അത്തരത്തിൽ സഹകരണ മനോഭാവമുള്ള ആളുകളാണ് നിങ്ങൾക്കുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ്? ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മുഴുവനും മാനം കെടുത്താനാണോ നിങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? അത് നിങ്ങൾക്ക് നമ്മുടെ ഒരു ജ്യോതിഷം മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ വല്ലതും ചെയ്തുകൂടായിരുന്നോ ഇതിൽ നിന്നും? എന്ത് മനുഷ്യരാ നിങ്ങൾക്കൊന്നും മാനമില്ലേ? നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമുണ്ടോ തള്ളേ? നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് ജ്യോതിഷമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഏലസ് പൂജിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്താണ് യന്ത്രം എന്നറിയാമോ? എന്തിനാണ് ഇതൊക്കെ? ഓരോന്നും ഓരോ തരം യന്ത്രങ്ങളാണ്. അത് എന്തിനാണ് ധരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? തട്ടിക്കാം, പലതരത്തിലും തട്ടിപ്പ് നടത്താം, പക്ഷേ ഇമാതിരി ഒരു തറത്തട്ടിപ്പ് നടത്തരുത്.
നാണമുണ്ടോ ഈ തള്ളയ്ക്ക്? ഈ നല്ല പ്രായമുണ്ടല്ലോ, കുറച്ച് പ്രായമുണ്ടല്ലോ നിങ്ങൾക്ക്. എന്തിനാണ് കുടുംബത്തിനെയും കുടുംബക്കാരെയും മതവിഭാഗക്കാരെയും ഇങ്ങനെ പറയിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നത്? എന്തൊക്കെയോ വരച്ച് നോക്കൂ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്തൊക്കെയോ ആ പലകയുടെ പുറത്ത് വരച്ച് കൂട്ടിയൊക്കെ വച്ചിരിക്കുന്നു. അത് സംസ്കൃതമാണോ അറബിയാണോ എന്നൊന്നും എനിക്കറിയില്ല. വാഴയിലയിൽ കുറച്ച് പൂവും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ നല്ല ആട്ടി പറ്റിച്ചു കൊടുക്കാനായിട്ട് ചുണയുള്ള ആണുങ്ങളില്ലാത്തതുകൊണ്ടാ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയും കാണിക്കുന്നത്. ഒരുപാട് അങ്ങനെ കുഞ്ഞു വാങ്ങിയിട്ടും അങ്ങനെ ഓരോ നൂലും ചിരലും ഏലസൊക്കെ ഉണ്ടാക്കി വീട്ടാത്ത കാര്യങ്ങളെല്ലാവരും ശരിയാക്കി കൊടുക്കണേ. അങ്ങനെ പോക്കനെ പെണ്ണുങ്ങൾ നില വന്നിനി മാപ്പിളയേറ്റ് തെറ്റി പൊന്നി അടി കൂടിയാണ് ചേർന്ന് 2-3 മാസമായി ഇപ്പോൾ ഒരു ചൊക്കിൽ ചേർക്കുക. പിന്നെ അങ്ങനെ പറ്റത്തെ നിധിഷ്ഠാത കുട്ടികൾ ഇവിടെ വന്നിനി മാപ്പിള പെണ്ണുങ്ങൾ വേറെ ആളപ്പം പോവുകയാണ് ചേർന്നാണ്ട് പോലെ അതൊക്കെ നമ്മൾ ശരിയാക്കി കൊടുക്കണേ. നമ്മളിത് പറഞ്ഞ പോലെ നിൽക്കണം. ഒരു 5-8 ദിവസം നമ്മൾ തന്നെ കോഴിമുട്ട പോയി കുട്ടിപ്പാർന്നുകാണ്ട് അത് പിന്നെ ഇതാക്കിയിട്ട് നിങ്ങൾ കുട്ടിപ്പാർന്നുകാണ്ട് ചട്ടിയിലോ അല്ലെങ്കിൽ അഞ്ചിലോ കുടിച്ച് എല്ലാവരും പറയാം 3 ദിവസം കളിച്ച് കുടിച്ചുമ്പോ അതിനകത്ത് പകലൊക്കെ തകർന്നപ്പോ വീട്ടാത്ത അതേപോലെ നിന്നാല് നിങ്ങളെ കാര്യമായിട്ട് നീ അത് വീട്ടാത്ത കുറച്ചൊക്കെ നോക്കാറുണ്ടാകും നിനക്ക്. പിന്നെ വീത്താത്ത നോക്കാനുണ്ടെന്ന് കുറച്ചുകൂടെ. തേങ്ങ വീത്താത്ത നോക്കുന്നത്. കോഴിമുട്ട പ്രയോഗമൊക്കെ ഉണ്ട് കേട്ടോ. ഈ താത്തയ്ക്ക് കോഴിമുട്ട പ്രയോഗമൊക്കെ ഉണ്ട്. പക്ഷെ പക്ഷേ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കോഴിമുട്ടയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ സാധാരണ പണ്ട് കാലത്തൊക്കെ ദുർമന്ത്രവാദികളൊക്കെ കോഴിമുട്ട കൊണ്ട് എന്തൊക്കെയോ പ്രയോഗമൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഇതിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റു പൂജകളിലോ കോഴിമുട്ടയൊന്നും ഉൾപ്പെടുത്താറില്ല. പണ്ട് കാലത്തുള്ള ദുർമന്ത്രവാദികൾ, അതായത് ദിഗംബരൻ്റെ കാലമല്ലേ അനന്തഭദ്രത്തിൽ കണ്ടതുപോലെ, അതുപോലെയൊക്കെയുള്ള കാലഘട്ടത്തൊക്കെ ഇങ്ങനെ കോഴിമുട്ടയിൽ കൂടോത്രം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരിതേ കോഴിമുട്ടയൊക്കെ വെച്ചിരിക്കുകയാണ്. എന്തൊരു തേങ്ങയ്ക്കാണോ എന്തോ. ഞാനൊരു കാര്യം പറയാം, ഇവർ തരുന്ന കോഴിമുട്ട കൊണ്ടുപോകുന്നവർ ഇവരറിയണ്ട, നിങ്ങളത് കൊണ്ടുപോയി പൊട്ടിച്ച് പൊരിച്ച് കഴിച്ചോ, ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം ഇവർക്കൊരു തേങ്ങാ കൊലയോ അറിയില്ല. വെറുതെ വന്നിരുത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. നിങ്ങളുടെ പോക്കറ്റിലെ പൈസ പോയി, അത്രയേ ഉള്ളൂ. തീത്താത്ത മാറ്റിത്തരാൻ പോലും. തീത്താത്ത എന്തിനാണ് തീത്താത്ത മാറ്റിത്തരുന്നത്? എന്താണ് തീത്താത്ത മാറ്റിത്തരുന്നത്? തീത്താത്ത എന്താണ് മാറ്റിത്തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. തീത്താത്ത ആരുടെയൊക്കെയോ വീട്ടിലെ ഭർത്താവുമായിട്ടുള്ള അടിയും വഴക്കും ഒക്കെ തീത്താത്ത മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. തീത്താത്തയുടെ കുടുംബത്തിൽ കെട്ടിയവൻ ഇപ്പോഴും ഉണ്ടോ? തീത്താത്തയുടെ കുടുംബത്തിൽ ഇപ്പോഴും കെട്ടിയവനുണ്ടോ? കെട്ടിയവൻ എന്താ കഴിക്കുന്നല്ല ഊക്കില്ലെന്ന് തോന്നുന്നു തീത്താത്ത. അതാ തീത്താത്ത ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. തീത്താത്തയ്ക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാമല്ലോ, നല്ല ആവതുണ്ടല്ലോ തീത്താത്ത. എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ഒരു യൂട്യൂബ് ചാനലെങ്കിലും തുടങ്ങിക്കൂടെ? ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാളും നമുക്കിതുപോലെ എന്തെങ്കിലും പരദൂഷണം പറഞ്ഞെങ്കിലും ജീവിച്ചൂടെ? സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചെങ്കിലും ജീവിച്ചൂടെ? അത്യാവശ്യം ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള വേതനം യൂട്യൂബ് തരും. ഇനിയിപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ചൊന്നും പറ്റില്ല. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറയാമെന്നേ ഉള്ളൂ, അത് ചെയ്യ് ഇത് ചെയ്യ് യൂട്യൂബിൽ കയറിക്കൂടെ എന്നൊക്കെ. പക്ഷെ അത് വളരെ സ്ട്രെയിനുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി തീത്താത്തയ്ക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ, നിങ്ങളുടെ ആളുകളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? തീത്താത്തയ്ക്ക് കുറച്ച് പച്ചപ്പട്ടും ഒരു അഗർബത്തിയൊക്കെ മേടിച്ച് കത്തിച്ച് വെച്ചിട്ട് ഒരിടത്ത് ഇരുന്ന് ജീവിച്ചൂടെ? എന്തിനാ ഇങ്ങനെ ജ്യോതിഷി എന്നും പറഞ്ഞ് കുറേ കവിടയും മാരി വെച്ച് പിന്നെ ഒരിത്തിരി പോലും വാഴയിലയും കീറി വെച്ച് അതിനകത്ത് ഇത്തിരി ചെമ്പരത്തിപ്പൂവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആളുകളെ പറ്റിക്കാനായിട്ടിരിക്കുന്നു? ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന തീത്താത്താരോട് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. തീത്താത്ത, സാധാരണ ജ്യോതിഷികൾ ഇങ്ങനെ ജ്യോതിഷം നോക്കുന്ന സമയത്ത് അവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കാറുണ്ട്. ചിലരൊന്നും അങ്ങനെ ചെയ്യാറില്ല. അത് ചെയ്യാറില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചിലപ്പോൾ ഒരു റൂമിനകത്തായിരിക്കും അവർ നോക്കുന്നത്. പക്ഷെ അവർ രാവിലെ, അതായത് ആ ഒരു റൂമിൽ ഒരു ജ്യോതിഷി വന്ന് നോക്കുന്ന സമയത്ത് നോക്കാനായിട്ട്, അതവർ ഒരു ഓഫീസ് റൂമായിട്ടാണ് ഉള്ളതെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് അവിടെ ഒരു വിളക്ക് അവർ കൊളുത്തും, അഗർബത്തിയും കത്തിക്കും. അതുകൊണ്ട് പിന്നെ അത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ചിലരെങ്കിലും കത്തിച്ച് വയ്ക്കാത്തത്. അതല്ലാത്ത പക്ഷം നമ്മൾ പോവുകയാണെങ്കിൽ ഒരു നിലവിളക്ക് തെളിച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, മറ്റ് ദേവന്മാരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എന്തൊരു ഉണ്ടായാൽ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്?
ശരിക്കും ഇമാതിരി തട്ടിപ്പുകളൊക്കെ കൊണ്ട് നടന്നാലുണ്ടല്ലോ നാണക്കേടതല്ലേ. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തോ ഒന്നും ആരും ഇല്ലേ? എന്താ തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ്, പലതരം തട്ടിപ്പുണ്ട്. എല്ലാവരും ഈ തട്ടിപ്പും കള്ളത്തരങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ മതത്തിൽ കയറി വീഴുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ചില പെണ്ണുങ്ങൾ മുണ്ടും കോണാനും ഇല്ലാതെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കൈലേസ് കൊണ്ട് നാണം മറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ മതം സ്വീകരിച്ചു എന്ന പേര് വരുത്തി വെച്ചിട്ട് അവിടെ എന്താണ് കൈലേസ് പോലത്തെ സാധനം എടുത്ത് അതായത് ശരിക്കും അവർക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഇഷ്ടമല്ല. അതിന് വേണ്ടിയിട്ട് ഹൈന്ദവ മതത്തിൻ്റെ പേരും സ്വീകരിച്ചിട്ട് അവർ ഹിന്ദു നാമധാരികളായിട്ട് മാറുന്നത് കാണാറുണ്ട്. ഒരുപാട് പേര്, എത്ര പേര്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? നിങ്ങൾക്കൊക്കെ നാണമില്ലേ? നശിച്ച ജന്മങ്ങളെ. സ്വന്തം മതത്തെ തന്നെ പറയിക്കാനായിട്ട് കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്.